ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അവൻ്റെ കൈപ്പണി, അതായത് നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണെന്നും ഇംഗ്ലീഷിൽ പറയുന്നത് വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ് അല്ലെങ്കിൽ ഗോഡ്സ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. മലയാളത്തിൽ നോക്കിയാൽ വിശിഷ്ട സൃഷ്ടി, ഏറ്റവും ശ്രേഷ്ഠമായ അത്യുത്തമ സൃഷ്ടി എന്നൊക്കെയാണ് നമ്മളെപ്പറ്റി പറയുന്നത്. അതായത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൈപ്പണിയാണെന്ന്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അത്യുത്തമ സൃഷ്ടിയാണെന്നാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നോക്കിയാൽ വാൻഗോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാൻഗോ, ഡാവിഞ്ചി, മൊണാലിസ, അല്ലെങ്കിൽ മൈക്കൽ ആഞ്ചലോ, ഡേവിഡ്, ഇതൊക്കെ വിലമതിക്കാനാവാത്ത സൃഷ്ടികളായിട്ടാണ് നമ്മുടെ ലോകം ഈ സൃഷ്ടികളെ കാണുന്നത്. എന്നാൽ നമ്മുടെ കർത്താവോ നമ്മുടെ ദൈവമോ നമ്മളെ എത്ര വിശിഷ്ടമായിട്ടും ശ്രേഷ്ഠമായിട്ടും അത്യുത്തമ സൃഷ്ടിയായിട്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ. അതിൻ്റെ അർത്ഥം നമ്മളാരും ഒരു അബദ്ധത്തിൽ ഉണ്ടായവരല്ല. നമ്മളാരും നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ ഒരു തെറ്റല്ല. ദൈവം വളരെ സൂക്ഷ്മമായിട്ടും വളരെ അതിവിശിഷ്ടമായിട്ടും അപൂർവമായും പ്രത്യേക കഴിവുള്ളവരുമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റങ്ങൾ, കഴിവുകൾ ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. ഒന്നുകൂടെ കേട്ടോളുക, നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം പരിപാലിക്കേണ്ടതായിരിക്കുന്നു, ബഹുമാനിക്കേണ്ടതായിരിക്കുന്നു. കാരണം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മസാജിന് പോയി. വളരെ സുഖം തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ശരീരത്തെ പരിപാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾക്കിഷ്ടമുള്ളത് നമുക്ക് അത് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കുന്നതായിരിക്കും റിലാക്സേഷൻ, അല്ലെങ്കിൽ ഒന്ന് ഈവനിങ്ങിലോ മോർണിംഗിലോ ഒന്ന് നടക്കാൻ പോകുന്നതായിരിക്കും അവർക്ക് ഉന്മേഷം കൊടുക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും നമ്മൾ നമ്മളുടെ ശരീരത്തെ പരിപാലിക്കണം. ജീവിതത്തിലെ പല തിരക്കുകൾക്കിടയിൽ നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുവാൻ ചിലപ്പോൾ മറന്നു പോകുന്നു. മറ്റുള്ളവർക്ക് നല്ല ആഹാരം ഒരുക്കി കൊടുക്കുന്ന നമ്മൾക്ക് വേണ്ടി നല്ലൊരു ആഹാരം വെക്കാറില്ല. അതിഥികളെ സൽക്കരിച്ച് ക്ഷീണിച്ചാലും സ്വയം റെസ്റ്റ് എടുക്കാറില്ല. ദൈവം നമ്മളെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും അതുകൊണ്ട് വിശുദ്ധി, വെടുപ്പ്, വേർപാടോടും കൂടി നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതുമെല്ലാം ക്രിസ്തു മൂലമത്രേ. സകല മഹത്വവും അവന് കരയേറ്റുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.